കോഴിക്കോട്ട് മറ്റിടങ്ങളിലെ സാഹചര്യമൊക്കെ വിലയിരുത്തുമ്പോൾ മഴ ഏത് രീതിയിലാണ്? വീണ്ടും ആശങ്കപ്പെടേണ്ടുള്ള അവസ്ഥയിൽ തന്നെയാണോ? ഏത് രീതിയിലാണ് അവിടെ ജാഗ്രത നൽകിയിരിക്കുന്നത്? നിലവിലെ കാലാവസ്ഥ കൂടി പറയൂ. ഉമ്മൈബാൻ, കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ പുഴകൾ, തോടുകൾ, ജലസ്രോതസ്സുകൾ എല്ലാം തന്നെ നിറഞ്ഞൊഴുകുകയാണ്. പക്ഷെ കഴിഞ്ഞ 24 മണിക്കൂറിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മഴയുടെ തോതിൽ കുറവ് വന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് പൊതുസ്ഥിതി എന്ന് പറയുന്നത്. അതായത് മഴ മാറി നിൽക്കുന്നു എന്നല്ല, പെയ്യുന്ന മഴയുടെ ശക്തി, തോത് കുറഞ്ഞിട്ടുണ്ട് എന്നതാണ്. കാരണം ഒരു നിമിഷം പോലും തോരാതെയാണ് മഴ പെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ തത്സമയമുള്ളത് പാലാഴിയിലാണ്. ഇവിടെ വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ മഴയുടെ ശക്തി കുറച്ച് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങൾ, നഗരത്തിൽ തന്നെ പാലാഴിയും കടമ്പാട്ട് താഴം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇപ്പോഴും വെള്ളത്തിനടിയിലായി തന്നെ നിൽക്കുകയാണ്. ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സമീപത്തുള്ള കടകളിലേക്ക് വെള്ളം കുറച്ചൊക്കെ കയറുകയും ഉള്ള സാധനങ്ങൾ, നിലത്തൊക്കെയുള്ള സാധനങ്ങൾ വ്യാപാരികൾ പരമാവധി മുകളിലേക്കെടുത്ത് മാറ്റുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. ഏതായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇവിടെ വെള്ളമാണ്. ചേട്ടാ, എങ്ങോട്ടാ നിങ്ങൾ? എങ്ങോട്ടാ? ഇവിടെ വെള്ളം കാണാൻ വേണ്ടിട്ട് വന്നതാ. വെള്ളം കാണാൻ കടന്റെ ഒക്കെ നോക്കാൻ, വെള്ളം ഉള്ളിൽ കയറുന്നുണ്ടോ അതൊക്കെ നോക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി വന്നതാ. കടക്കാരല്ലേ? ഷോപ്പിലെ ആൾക്കാരാണ്. വെള്ളമുണ്ടോ? വ്യവസായന്റെ മെമ്പർമാരാണ് നമ്മളെ. അവരുടെ കടകളിലൊക്കെ വെള്ളം കയറി ഇന്ന് ഉള്ളതുകൊണ്ട് നോക്കാൻ വെച്ച് ഇങ്ങനെ എത്തിയതാ. സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടോ? ഞങ്ങളെ കുറെ കടകളിലൊക്കെ മാറ്റിയിട്ടുണ്ട്. പെട്ടെന്നുള്ള മഴ. ഇന്നലെ തന്നെ നല്ല മഴയായിരുന്നു, ഇന്നും നല്ല മഴ. ഏറ്റവും കൂടുതൽ പിന്നെ വെള്ളം കയറി കടകളുടെ ഉള്ളിലൊക്കെ വെള്ളം കയറി ഈ ഭാഗത്ത് തന്നെയാണല്ലോ താന്ന് കിടക്കുന്ന സ്ഥലമായിരുന്നു. വലിയ പ്രയാസത്തിലേക്കാണ് എല്ലാം പോയതല്ലേ? പ്രയാസത്തിലാണ്. എല്ലാ വർഷത്തിലും ഉണ്ടാകുന്നതാണ്. ഈ വർഷം എന്താ കൂടുതൽ വെള്ളം കാണുന്നത്. പെട്ടെന്നുള്ള വെള്ളം കയറ്റും എല്ലാമൊക്കെ. അതായത് ഇത് പ്രധാനപ്പെട്ട നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡാണ്. ഇവിടെ മുട്ടോളം വെള്ളത്തിലൂടെയാണ് നമ്മൾ നടന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവിടെ അരികിലുള്ള വീടുകളുടെ മുറ്റത്തിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. എന്തായാലും അകത്തോട്ട് കയറിയിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ കാര്യമാണ് ആ വീട്ടുകാരെ സംബന്ധിച്ച് പറയുക എന്നുള്ളത്. ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന് സമീപത്തായി വരുന്ന സ്ഥലം കൂടിയാണ്. അതിലെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വെള്ളം ഇവിടെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നതടക്കമുള്ള പരാതി നേരത്തെയും നാട്ടുകാർ ഉന്നയിക്കുകയൊക്കെ തന്നെ ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങളിപ്പോ എങ്ങോട്ട് പോവാ? ഞങ്ങളൊരു കാലി അടിക്കാൻ വേണ്ടിട്ട് വെള്ളത്തിലോ? ഞങ്ങൾ ഇപ്പം കളിക്കാൻ ഇറങ്ങി. ഞങ്ങളിപ്പോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയത്. ഇപ്പൊ ചായക്കുള്ള കടികളൊക്കെ വാങ്ങാനും പിന്നെ ചായക്ക് കടി ഉണ്ടാക്കാനുള്ള സാധനങ്ങളുടെ മസാലപ്പീട തുറന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഇങ്ങനെ വെള്ളത്തിൽ തുറക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടായാ കഴിച്ചില്ല, ഇല്ലെങ്കിൽ തിരിച്ചു പോകും. വീടൊക്കെ എവിടെയായിട്ട് വരും? വീട്ടിലൊക്കെ വെള്ളം കയറി അപ്പുറത്തെ സൈഡില്. അപ്പൊ ഞങ്ങൾ വേറെ നമ്മളെ ഏട്ടന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് മാറിക്ക. എന്നാലും പാത്രങ്ങളും സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിരിക്കും. അത് തൊട്ടപ്പുറത്തില്ല. അവിടെ ആ വീട്ടിൽ നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയാൽ ആ റോഡിന്റെ അഭാഗത്ത് ഫുള്ള് വെള്ളം കയറി. വീട് ഫുള്ള് ലെവലിലപ്പോ സാധനങ്ങളെല്ലാം മാറ്റി ഒക്കെ പൊന്തിച്ചേച്ചി വീടിന്റെ ഉള്ളിൽ. ഇനി വെള്ളം പൊന്തിണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ പോകും. അത്രേ ഉള്ളൂ. ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞല്ലേ കാണുന്നല്ലേ? ഇപ്പൊ ഏകദേശം വെള്ളവും വീടുമായിട്ട് ഇങ്ങനെ ഈ ലെവലിലാണ് നിൽക്കുന്നത്. ആ ലെവലിൽ നിൽക്കണ. ഇപ്പൊ അടുത്ത മഴയും കൂടി പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രധാന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് മാറി. അത്രേ ഉള്ളൂ. വലിയ ഉപകാരമൊന്നുമില്ല. ചിലപ്പോ കഴിച്ചിലായി ഇല്ലെങ്കിൽ ഒന്നായിട്ട് വെച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ശരി. നിങ്ങൾ കൂടെ തന്നെയുള്ളവരാ? കൂടുതലുള്ള ആളാണ്. വീട്ടിലൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ്? ഇല്ല, നമ്മള് കുറച്ച് മുകളിലാണ്. അതായത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന അവസ്ഥയാണുള്ളത്. ഫുള്ള് വെള്ളം, വരുന്ന വഴിയൊക്കെ ഫുള്ള് വെള്ളമാണുള്ളത്. ചുറ്റുപാടും വെള്ളം അല്ലേ? ചുറ്റുപാട്ടും വെള്ളമാണ്. ഒരു സാധനം മേടിക്കണമെങ്കിലൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. പീടികളിലൊക്കെ വെള്ളം കയറി. വണ്ടികൾ പോകുമ്പോൾ ഓളം തള്ളിയിട്ട് ഫുള്ള് എല്ലാവരും അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊ 2 പീടി ഞങ്ങളിപ്പോ സാധനങ്ങളൊക്കെ പൊന്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോ സ്ഥലം മുന്നേ രാവിലെ പോയിട്ട് ഇവിടെ ഈ പ്രദേശത്ത് ഏകദേശം എത്ര വീടുകളിലൊക്കെ വെള്ളമായി കാണണം? ഇപ്പൊ ഒരു 10-15 വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. ആ ഭാഗത്തേക്കാണ്, പാൽക്കമ്പനി ആ ഭാഗത്തേക്കാണ് കൂടുതൽ ബാധിക്കുക. ഇനി ഇവിടെ ഈ ഭാഗത്തുണ്ട്. ഈ ഭാഗത്ത് 2-3-4 വീടുകൾ ഈ ഭാഗത്തുണ്ട്. അപ്പൊ അത് നേരെ കാണുന്ന അവിടെ ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട്. ഒന്നാമത് ഈ ഒരു ഓവുചാലുകളിലെ വെള്ളക്ക് പുറത്തേക്ക് പോകുന്നില്ല. മെയിൻ പ്രശ്നം അതാണ്. ആളുകളൊക്കെ അവിടെ നിന്ന് മാറിയിട്ടുണ്ടോ? എങ്ങനെയാ? മാറിയിട്ടൊന്നുമില്ല, അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. വീട്ടില് വെള്ളം കയറുന്നു, അകത്ത് എന്തായാലും വെള്ളം കയറും.
ഏതായാലും വലിയ പ്രയാസം തന്നെയാണ് മേബാൻ പൊതുവെ എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ ഒരു കടയുടെയാണ്, അവിടെ സാധനങ്ങൾ ഒക്കെ തന്നെ ഉയർത്തി വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണുവാനും കഴിയുന്നത്. ഇതേപോലെയാണ് ഈ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. മഴയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മഴയിൽ ശക്തി കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതാ ഇപ്പോൾ വീണ്ടും ഒരു നല്ല മഴ പെയ്തു തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളക്കെട്ടിൽ തുടരുകയാണ്. ഇനി ജില്ലയിൽ പൊതുസ്ഥിതിയിലേക്ക് ഒന്ന് വന്നു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരത്തിൽ വലിയ വാഹനങ്ങൾക്ക്, ഭാരവാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുവഴി ഈ ചുങ്കത്തുമൊക്കെയായി പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായി നിന്നുകൊണ്ട് അത്തരം വാഹനങ്ങൾ നിയന്ത്രിക്കുകയാണ്. ചുരത്തിലുള്ള അപകട സാധ്യത മുൻനിർത്തി, മണ്ണിടിച്ചിൽ, മരങ്ങൾ വീഴാനുള്ള സാധ്യതയൊക്കെ മുൻനിർത്തിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ബാലുശ്ശേരി തലയാട് മലയോര ഹൈവേയിൽ ഇന്നലെ പല തവണകളിലായി ചെറിയ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിരുന്നു. വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ വഴിയുള്ള ഗതാഗതവും നിയന്ത്രിച്ചു നിർത്തുകയാണ്. ക്യാമ്പുകൾ എല്ലാ താലൂക്കുകളിലും തുറന്നിട്ടുണ്ട്. അടിയന്തര സാഹചര്യം എന്തുണ്ടായാലും മാറുവാനും ഒക്കെ തന്നെ പൂർണ്ണമായും എല്ലാവരും തയ്യാറായി നിൽക്കണമെന്ന മുന്നറിയിപ്പ് ഏതായാലും ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാലാഴിയിൽ അപ്പോൾ ഇപ്പോഴും ഈ ഇടതടവില്ലാതെ മഴയുടെ അളവ് ചെറിയ ശക്തിയിലാണ് എന്നേ ഉള്ളൂ. പക്ഷെ അത് വലിയ ശക്തിയിൽ ഒരു പെരുമഴയായി പെയ്താൽ ഇപ്പോൾ തന്നെ മുട്ടറ്റം വെള്ളമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കണ്ട ചിത്രമായിരിക്കില്ല നമ്മൾ കാണുന്നത്. ജാഗ്രത വേണം. ഇപ്പോൾ കച്ചവടക്കാരുടെ, അതുപോലെ കർഷകരുടെ, ഇവരുടെയൊക്കെ കണ്ണീരാണ് ഓരോ തവണയും നമ്മൾ ഈ കാലവർഷം കനക്കുമ്പോൾ കാണുന്നത്.